Hello, welcome back to my YouTube channel. So today's video is about going out. കാരണം കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഈസ് ഓൾ അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ഹോം, ഡൂയിങ് ലൈക്ക് ഹൗസ് ഹോൾഡ് കോഴ്സ് ആൻഡ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. സോ ഐ തോട്ട് ഇന്നൊരു ദിവസം പുറത്ത് പോകാമെന്ന്. ഞാൻ ഒട്ടും പുറത്ത് പോകാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, എന്നെ അറിയാവുന്നവർക്കറിയാം. ഐ ഓൾവേസ് ലൈക്ക് ടു സിറ്റ് അറ്റ് ദ ഹോം, വാച്ച് മൂവീസ് അങ്ങനെയൊക്കെ. നല്ല വെയിലുമാണ് ആൻഡ് ഐ ഹേറ്റ് ദിസ് വെദർ. ബട്ട് നെവത്ത്ലസ് ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്ത് പോകാമെന്ന്. ബാക്ക്ഗ്രൗണ്ടിൽ ഉയരെയാണ് പ്ലേ ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, സച്ച് എ ട്രോമാറ്റിക് ഫീൽ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെങ്കിലും നമുക്കിന്ന് പുറത്ത് പോവാം. എൻ്റെ ഇന്നത്തെ അജണ്ട ഈസ് ഓൾ അബൌട്ട് ലൈക്ക് ടേക്കിംഗ് സം വീഡിയോസ് ഫോർ അക്കാഡമി ആൻഡ് ലൈബ്രറി പോകണം. കുറച്ചധികം ദിവസമായി ബുക്സ് വായിച്ചിട്ട്. സോ മമ്മി എനിക്ക് തന്ന ബുക്സ് ഞാൻ ഏകദേശം വായിച്ച് കഴിഞ്ഞ ബുക്സ് ആണ്. ഐ ഹവ് ബീൻ വെയറിംഗ് ദ ഡ്രസ് ഫോർ മൈ സിസ്റ്റേഴ്സ്. ദിസ് ഇസ് മൈ സിസ്റ്റേഴ്സ് ഡ്രസ് ആൻഡ് എൻ്റെ ആദിക്കുഞ്ഞിൻ്റെ ഡ്രസ്സാണ്. ആദിക്കുഞ്ഞ്, ഐ മിസ് യു. അവള് പോവാൻ നേരത്ത് ഇത് വെച്ചോ എന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും ഇവളുടെ ഈ ഡ്രസ്സ് കട്ടെടുത്തിടാറുണ്ട്. അപ്പോൾ പോകാൻ നേരത്ത് അവൾ എനിക്ക് പെട്ടിയിലേക്ക് ഇങ്ങനെ വെച്ച് തന്ന രണ്ട് ഡ്രസ്സാണിത്. സോ ഐ ഫീൽ സോ പ്രെറ്റി. സോ നമുക്ക് പോകാം. സോ ജർമ്മനിയിലെ ലൈക്ക് സമ്മർ ഈസ് ഗോയിങ് റിയലി ക്രേസി. സോ നമുക്ക് മുടി അഴിച്ചിട്ടിട്ട് ഫോട്ടോ എടുക്കാമെന്നല്ലാതെ ലൈക്ക് യു കാൻ ലിറ്ററലി ഗോ ഔട്ട് ലൈക്ക് വിത്ത് അഴിച്ചിട്ട മുടി. സോ ഐ എം കെട്ടിവെക്കലിങ് മൈ മുടി. ലെറ്റ്സ് ഗോ. ബുക്ക് വാങ്ങിച്ചു. സോ ഹാപ്പി ഫോർ ദി ഡേ. സോ ഇനി നമ്മളെവിടെ പോവാം? നമുക്കിവിടെ പോകാനുള്ളത് അറിഞ്ഞല്ലോ, ഷോപ്പിംഗ് പോകാനുണ്ട്. ഇവിടെയൊക്കെ നിറച്ചും ആളാണ് ഗൈസ്. About shopping is standing in long lines. ഇനി ഫുഡ് കഴിക്കണം, നമുക്ക് ഷോപ്പ് ചെയ്യണം. സോ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ടുഡേ വാസ് തിങ്കിങ് അബൌട്ട് ലൈക്ക് ഷവർമ കഴിച്ചാലോ. കുറേ കഴിച്ചിട്ട് എൻ്റെ ഫുഡ് റുട്ടീനൊന്നും ആരും ഫോളോ ചെയ്യേണ്ട, വളരെ അൺഹെൽത്തിയാണ്. ഓക്കെ, എന്നാലും ഞാൻ വളരെ ഇതായിട്ട് കുറച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു പണി കഴിഞ്ഞിട്ട് ആകെ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറയുന്നത് വല്ലപ്പോഴും പോയി നല്ല ഫുഡ് കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പോയി നല്ല ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അത് ഞാൻ കുറച്ചു. ഇന്ന് എന്താണെങ്കിലും നമുക്ക് പോയിട്ട് ഷവർമ കഴിക്കാം. ഞാനിപ്പോൾ ഷവർമ വാങ്ങുന്നത് വെച്ചാൽ എനിക്ക് ഷവർമ ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല, ഭയങ്കര അഫോർഡബിളാണ്. അതായത് 5 യൂറോയ്ക്ക് നമ്മുടെ വയറും നിറയും. യെസ്, ഇതടിക്കുമ്പോൾ നമുക്ക് പോയിട്ട് സാധനം വാങ്ങാം. ഓക്കെ.
ഷോപ്പിംഗ് കഴിഞ്ഞു. നമുക്കിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ പോവാം. ഇന്ന് സാറ്റർഡേ വൈകുന്നേരം ഈസ് ദ ബിസിയസ്റ്റ് ടൈം ബിക്കോസ് നാളെ കടകളുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഭയങ്കര വലിയ ക്യൂ ആണ്. വേഗം പോയി സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ പോകാം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു, വീട്ടിൽ പോവാം. ഇന്നത്തെ നമ്മുടെ മെനു എന്ന് പറയുന്നത് പനീർ. ഓക്കെ, പനീറും ചപ്പാത്തിയും കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. സോ ദിസ് വാസ് വൺ ഓഫ് ദ എന്താ പറയുക ഷോപ്പിംഗ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് പുറത്തിറങ്ങി നടക്കുന്നൊരു വീഡിയോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വീടെത്തി. ടൈം ഈസ് 7:48. പക്ഷെ ഇവിടുത്തെ ലൈറ്റ് ഇപ്പോഴും ഭയങ്കര ലൈറ്റാണ്. ആൻഡ് ഞാൻ വിചാരിച്ചു ഞാൻ വീണ്ടും പ്ലാനർ വാങ്ങിച്ചു. എൻ്റെ വീട് മൊത്തം പ്ലാനർ വാങ്ങിച്ച് നിറയാനാണ് ചാൻസ്. എവിടെ പ്ലാനേഴ്സ് കണ്ടാലും ഞാൻ വാങ്ങിക്കും. പല ടൈപ്പ് ഓഫ് പ്ലാനേഴ്സ്, പല കളറുകളിലുള്ള പ്ലാനേഴ്സ്. സോ ദിസ് ഇസ് യുവർ സൈൻ ടു ബൈ എ ബുക്ക്. കാര്യങ്ങൾ എഴുതി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലൈഫിന് കുറച്ചുകൂടെ ഒരു മീനിങ് കിട്ടും. ആൻഡ് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. സോ ഇന്ന് ഞാനൊരു ബുക്ക് വാങ്ങിച്ചു. ഐ എം സോ ഹാപ്പി ടു ലൈക്ക് എന്താ പറയുക, കുറേ പേര് പറയും ഇൻവെസ്റ്റിംഗ് ഇൻ ബുക്ക് ഈസ് സോർട്ട് ഓഫ് എന്താ പറയുക അൺവാണ്ടഡ് എക്സ്പെൻസസ് എന്ന്. ഒരു ലൈക്ക് ഇൻ എ സെൻസ് പറഞ്ഞാൽ ശരിയാണെന്ന്. കാരണം നമുക്ക് വായിച്ച് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ. ബട്ട് ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് ടു ഷോ മൈ ബുക്സ്. ഞാൻ വായിച്ച ബുക്സ് ആണെങ്കിലും എനിക്ക് ഭയങ്കര കുറവാണ് ഇവിടെ ബുക്സ്. ഇവിടെ ഇങ്ങനെ നോക്കിയാൽ കാണാം. പക്ഷേ എൻ്റെ വീട്ടിൽ ഒത്തിരി ബുക്സ് ഉണ്ട്. ആൻഡ് ലൈക്ക് ഇവിടെ ഒരു മിനി ലൈബ്രറി പണിയണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് ഒരു ലൈബ്രറി അല്ലെങ്കിൽ എൻ്റെ ബുക്ക് കളക്ഷൻസ് കാണിക്കുമ്പോൾ ഞാൻ വായിക്കാത്ത ബുക്സ് വെച്ച് ഫ്ലെക്സ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ വായിച്ച ബുക്സ് തന്നെ വെക്കണം എന്നെനിക്ക് നിർബന്ധമുള്ളത്. ചിലരുണ്ട്, അതായത് ഭംഗിക്ക് വേണ്ടി കുറേ ജർമ്മൻ ബുക്സൊക്കെ വായിച്ച് വയ്ക്കും, കാരണം ഭംഗിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. സോ അതൊക്കെ എനിക്ക് ഭയങ്കര തെറാപ്പി പോലത്തെ സംഭവങ്ങളാണ്. ഇനി നമുക്ക് കുളിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് സിനിമയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാം. നാളെ സൺഡേ ആണ്. ആൻഡ് ഐ എം സോ ഹാപ്പി. ഓ ഐ ലവ് സൺഡേസ് ബിക്കോസ് ഐ ഡോണ്ട് ലവ് സൺഡേസ്. കാരണം അത് കഴിഞ്ഞാൽ മൺഡേ ആണ്. അതുകൊണ്ട് എനിക്ക് സൺഡേ ഇഷ്ടമല്ല. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമായി. കാരണം കുറേ ആയി ഒന്ന് പുറത്തിറങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അടുത്ത നാളൊന്നും പുറത്തിറങ്ങാൻ ചാൻസില്ല. കാരണം അതിന് മാത്രം പൈസ പൊട്ടിയിട്ടുണ്ട്. സാധനങ്ങൾ ഷോപ്പ് ചെയ്തും പിന്നെ ബുക്സിന് ഇവിടെ അത്യാവശ്യം നല്ല പൈസയാണ്. എനിവേസ് ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. എന്ത് വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ താല്പര്യം, ഇഷ്ടമുള്ള? ഡേ ഇൻ മൈ ലൈഫാണ് എല്ലാവരും പറയുന്നത്. ഞാനതാണ് ചെയ്യുന്നതും. പിന്നെ ഇൻഫോർമേഷൻ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇൻഫോർമേഷൻ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ വേറെ പല ടൈപ്പ് ഓഫ് ഹൗസ് ബിൽഡിംഗ് ജർമ്മനിയെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ വീഡിയോസൊക്കെ അതിലാണ് ഞാൻ ചെയ്യുന്നത്. സോ പ്ലീസ് ചെക്ക് ഇൻ മൈ ഇൻഫോർമേഷൻ പ്ലേലിസ്റ്റ് ഫോർ സച്ച് കൈൻഡ് ഓഫ് വീഡിയോസ്. ഡെയിലി വ്ളോഗ്സ് എല്ലാം ഈ യൂട്യൂബിൽ നേരിട്ട് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇനി എന്തൊക്കെ വീഡിയോസ് ചെയ്യണം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് എപ്പോഴും പറയുന്ന പോലെ ഫിസിയോതെറാപ്പി ഹൗസ് ബിൽഡിങ്ങിനെ പറ്റി IT ഹൗസ് ബിൽഡിങ്ങിനെ പറ്റിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതിലേക്കും വണക്കം.